ലോകത്ത് ഏറ്റവും കൂടുതൽ മദ്യം ഉപയോഗിക്കുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ പലരുടെയും മനസ്സിൽ ആദ്യം ഓടിയെത്തുക അമേരിക്കയോ ചൈനയോ ഇന്ത്യയോ പോലുള്ള വലിയ രാജ്യങ്ങളുടെ പേരുകളായിരിക്കും. എന്നാൽ മദ്യപാനത്തിന്റെ കണക്കുകൾ ഔദ്യോഗികമായി പുറത്തു വരുമ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്നത് അത്ര പരിചിതമല്ലാത്ത ചില രാജ്യങ്ങളാണ്. കിഴക്കൻ യൂറോപ്യൻ രാജ്യമായ മോൾഡോവയാണ് ലോകത്തിലെ ഏറ്റവും ഉയർന്ന മദ്യ ഉപഭോഗത്തിന്റെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ളത്. വെറും 2.46 ദശലക്ഷം ജനസംഖ്യയുള്ള ഇവിടെ ശരാശരി പൗരൻ പ്രതിവർഷം 15.2 ലിറ്റർ ശുദ്ധമായ മദ്യം ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഏകദേശം 100 കുപ്പി വൈനിന് അല്ലെങ്കിൽ 500 പൈൻ ബിയറിന് തുല്യമാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. രണ്ടാം സ്ഥാനത്തുള്ളത് ലിത്വാനിയയാണ്. അവിടെ ശരാശരി ഒരാൾ പ്രതിവർഷം 15 ലിറ്റർ ശുദ്ധമായ മദ്യം കുടിക്കുന്നുണ്ട്. തൊട്ടു പിന്നിലുള്ളത് ചെക്ക് റിപ്പബ്ലിക് ആണ്. വാർഷിക ആളോഹരി ഉപഭോഗം 14.4 ലിറ്റർ ആണ്. ഏറ്റവും കൂടുതൽ മദ്യപിക്കുന്ന രാജ്യങ്ങളിൽ ഭൂരിഭാഗവും യൂറോപ്യൻ രാജ്യങ്ങളാണെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പുറത്തുള്ള ചില രാജ്യങ്ങൾ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു ദ്വീപ് രാഷ്ട്രമായ സീഷെൽസ് 5ാം സ്ഥാനത്താണുള്ളത്. വാർഷിക മദ്യ ഉപഭോഗം ഒരാൾക്ക് 13.8 ലിറ്റർ ആണ്. 7ാം സ്ഥാനത്തുള്ളത് നൈജീരിയയാണ്. ഇവിടെ ശരാശരി ഒരാൾ പ്രതിവർഷം 13.4 ലിറ്റർ മദ്യമാണ് ഉപയോഗിക്കുന്നത്. അതേസമയം ഇന്ത്യയിൽ അഹമ്മദാബാദ്, ഗാന്ധിനഗർ ജില്ലകളിലെ 28 ഹോട്ടലുകൾ വഴിയുള്ള മദ്യവിൽപ്പനയിലൂടെ 2 വർഷത്തിനുള്ളിൽ ഗുജറാത്ത് സർക്കാർ 33.98 കോടി രൂപ നികുതിയെ പിരിച്ചെടുത്തു എന്ന രീതിയിൽ റിപ്പോർട്ട് വന്നിരുന്നു. ബജറ്റ് സമ്മേളനത്തിനിടെ ചോദ്യോത്തരവേളയിൽ കോൺഗ്രസ് MLA ഇമ്രാൻ ഖേഡവാല ഈ 2 ജില്ലകളിലും മദ്യം വിൽക്കാൻ പെർമിറ്റുള്ള ഹോട്ടലുകളുടെ എണ്ണവും കഴിഞ്ഞ 2 വർഷത്തിനിടെ സർക്കാർ പിരിച്ച നികുതിയും സംബന്ധിച്ച ചോദ്യം ഉന്നയിച്ചിരുന്നു. അഹമ്മദാബാദിലെ 22 ഹോട്ടലുകൾക്കും ഗാന്ധിനഗർ ജില്ലയിലെ 6 ഹോട്ടലുകൾക്കും മദ്യം വിൽക്കാൻ അനുമതി നൽകിയിട്ടുണ്ടെന്ന നിരോധന എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ രേഖാമൂലമുള്ള മറുപടിയിൽ പറഞ്ഞിരുന്നു. ഈ ഹോട്ടലുകളിൽ മദ്യവിൽപ്പനയിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് 2023 14.45 കോടി രൂപയും 2024 19.53 കോടി രൂപയും നികുതിയായി ലഭിച്ചതായും പട്ടേൽ പറയുന്നുണ്ട്. കഴിഞ്ഞ 2 വർഷത്തിനിടെ ഒരു പെർമിറ്റും റദ്ദാക്കിയിട്ടില്ലെന്നും പട്ടേൽ കൂട്ടിച്ചേർത്തു. ഗുജറാത്ത് സ്ഥാപിതമായതു മുതൽ വരണ്ട സംസ്ഥാനമായിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. മദ്യവിൽപ്പന സർക്കാരാണ് നിയന്ത്രിക്കുന്നത്.